അതുപോലെ തന്നെ പ്രാദേശിക വാർത്താ മാധ്യമങ്ങളിലും എൻ്റെ പുതിയ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് വന്ന വാർത്തകൾ പൂർണ്ണമായും വസ്തുതാപരമല്ല. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണംകുണ്ട് വാർഡിൽ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെയും പിന്തുണയോടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും എന്നെ പിന്തുണച്ചിട്ടുമുണ്ട്. എല്ലാവരുടെയും പിന്തുണ ലഭിക്കാൻ ഞാൻ സമീപിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഇന്ന് രാവിലെ ചില അഭ്യുദയകാംക്ഷികളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നെ മണ്ണാക്കാട്ടേക്ക് വിളിച്ചതും എന്നെ കൊണ്ടുപോയത് ഒരു കോൺഗ്രസിൻ്റെ ഓഫീസിലുമായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുൻകൂട്ടി അറിവുള്ളതല്ല. എന്നോട് ഇന്ന കാര്യത്തിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ ഒരു കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ വെച്ച് എന്നെ പാർട്ടി മെമ്പർഷിപ്പ് ചേർക്കുകയാണ് ഉണ്ടായത് പെട്ടെന്ന്. അപ്പോൾ ഞാൻ ആകെ ഒരു യാന്ത്രികമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ആകെ വലിയ ബേജാറായി. അതിൻ്റെ എന്താണ് പെട്ടെന്ന് ഒരു കടലാസ് എനിക്ക് തന്നപ്പോൾ അത് സ്വീകരിക്കുകയും ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് KSU പ്രവർത്തകനായിരുന്നു. KSUവിൻ്റെ കാൻഡിഡേറ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റും അതുപോലെ തന്നെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ്. ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മെമ്പർഷിപ്പിലുള്ളവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് ഞങ്ങൾ ബൈലോയിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് ആ നിമിഷത്തിൽ എനിക്ക് അതൊന്നും പറയാൻ കഴിയില്ല. കാരണം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല ഞാനത് സ്വീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ലീഗിൻ്റെയും മറ്റു പാർട്ടികളുടെയൊക്കെ പൊതുവായ പിന്തുണ ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുകയുള്ളൂ. അല്ലാതെ ഒരു പാർട്ടിയുടെ ഒരു ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലോ നൽകുന്ന ഒരു കാൻഡിഡേറ്റായിട്ട് ഞാൻ നിൽക്കുന്നതിൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടനകളിൽ ഞാൻ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അംഗം കൂടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാക്കൾ താങ്കളെ ഒരു തരത്തിൽ പറ്റിക്കുകയായിരുന്നു, അതായത് കബളിപ്പിക്കുകയായിരുന്നു? പറ്റിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയോടും ഞാൻ അതിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് താങ്കളെ വിളിച്ച ഒരു ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണോ? ചർച്ചയ്ക്ക് നമ്മളൊരു കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ, അതായത് തീരുമാനമായ സ്ഥലങ്ങളിലെ കാൻഡിഡേറ്റ് നമ്മൾ പ്രഖ്യാപിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. പക്ഷെ താങ്കള് ഈ മെമ്പർഷിപ്പ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവം ചെയ്യുമ്പോഴോ താങ്കളുടെ മുഖത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? പെട്ടെന്ന് നമ്മൾ ഇത് മെമ്പർഷിപ്പ് ആണെന്നുള്ള ധാരണയിലല്ല പെട്ടെന്നല്ല തരുന്നത്. മെമ്പർഷിപ്പ് മുൻകൂട്ടി തരുന്ന ഒരു ധാരണ എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടെ സ്റ്റേജിൽ ഇരുന്ന് പെട്ടെന്ന് സ്വീകരണം വാങ്ങുകയും അങ്ങനെ എല്ലാ നിങ്ങളൊക്കെ പത്രക്കാരൊക്കെ അപ്പോഴാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അവിടെ ഒന്നിച്ച് നിന്ന് വാങ്ങുമ്പോൾ അതിനൊരു ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അവിടെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നു, താങ്കൾ വേറൊരാളും കൂടി കോൺഗ്രസിലേക്ക് വരികയാണ്, കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു എന്നെല്ലാം പറഞ്ഞാണ് താങ്കളെ അവിടെ സംസാരിച്ചത്. ആ അവസരത്തിലേക്ക് താങ്കൾക്ക് അത് UDF-ലേക്ക് വരികയാണ്, UDF-ന്റെ കാൻഡിഡേറ്റ്ഷിപ്പ് നിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഞങ്ങൾ പൊതുധാരണയുടെ അടിസ്ഥാനത്തിലുണ്ട്. UDF മാത്രമല്ല, അവിടെ ലീഗിന്റെ നമ്മളെ സുഹൃത്തുക്കളുണ്ട്, CPM-ന്റെ സുഹൃത്തുക്കളുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെയൊക്കെ ആളുകൾ നമ്മളോട് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് നമ്മൾ കണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പാണല്ലോ, പലരോടൊപ്പം സംസാരിക്കുമല്ലോ. പക്ഷെ ഞങ്ങൾ തന്നെ നമ്മളോട് ചോദിച്ചിരുന്നു, PKC എന്ന ആളുടെ ഭാര്യ സഹോദരൻ എന്ന നിലയിൽ താങ്കൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന രീതിയിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ താങ്കൾ വ്യക്തമായിട്ട് മറുപടിയാണ് പറഞ്ഞിരുന്നത്. ശശി എന്നുള്ളത് ഒരു ഫാക്ടർ അല്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു. പക്ഷേ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഈ വ്യാപാര സംഘടനയിൽ താല്പര്യത്തിരിക്കുന്ന ഒരാൾ ഒരു പാർട്ടിയുടെ ഒരു അംഗത്വം സ്വീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോജിക്കാത്തതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തലപ്പത്തിരിക്കുമ്പോൾ മത്സരരംഗത്ത് ഇറങ്ങാൻ സാധിക്കും? അതിനൊന്നും പ്രശ്നമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ നിൽക്കുന്ന തടസ്സമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പ്രതിനിധിയുടെ ഒരു മെമ്പർഷിപ്പ് ഇരിക്കാൻ പാടില്ല. പ്രതിനിധിക്ക് കുഴപ്പമില്ല, തലപ്പത്തിരിക്കുക. അപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ പോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. തുറന്നു ചോദിക്കട്ടെ, താങ്കൾക്ക് ഒരു ബാഹ്യ സമ്മർദ്ദം എവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്? ഇല്ല. ബാഹ്യ സമ്മർദ്ദം എന്ന് വെച്ചാൽ ഞാൻ പുറത്തിറങ്ങിയ ശേഷം എന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ ഗൗരവം ഞാൻ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മുൻപ് വരുന്ന സമയത്ത് ആ സ്റ്റെപ്പ് കയറുമ്പോഴും അവിടെ ആ സ്റ്റേജിൽ ഇരിക്കുമ്പോഴടക്കം ഒരു മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നെ അറിയിച്ചിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പക്ഷെ ശരിക്കും താങ്കളെ കബളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഞാൻ UDF-ന്റെ ഒരു
സ്ഥാനാർത്ഥി ആയിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മീൻസ് യു ഡി എഫിൽ പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനാണ് ഉദ്ദേശിച്ചത്. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ നേതാക്കളെ അപ്പൊ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അറിയിച്ചു. അപ്പൊ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അല്ല, അവര് ഈ പറഞ്ഞ പോലെ അവര് പിന്നെ പാർട്ടിക്ക് ഒരാളെ കൊണ്ടുവരാന്നുള്ളതിന്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ എന്റെ ലിമിറ്റേഷൻസ്, ഞാനൊരു ആദ്യമായിട്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത്, കാൽവെച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എനിക്കറിയാൻ പറ്റുമല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഞാൻ വ്യാപാരിയുടെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓർക്കുന്നതും പ്രവർത്തിക്കുന്നതും. മനസ്സിലായില്ലേ? അതായത് നേരെ മറിച്ച് എന്നോട് മുൻകൂട്ടി പറയുകയാണെന്ന് വെക്കുക, ക്ലിയർ, മുൻകൂട്ടി പറയുകയാണ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കണം അല്ലെങ്കിൽ അതിന് വേണ്ട വരിക എന്ന് പറയുകയാണെങ്കിൽ ഞാനത് വിസമ്മതിക്കുമായിരുന്നു. കാരണം ഈ തലപ്പത്തിൽ നിന്നുകൊണ്ട് എത്രയും ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയല്ലേ വരുന്നത്. കാരണം ഇത്രയും ഒരു എന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുള്ള പ്രസ്ഥാനം, 4 വർഷമാണ് ഞാൻ അവിടെ പ്രസിഡന്റായി നിൽക്കുന്നത്. ഒരുപാട് ചുമതലയുള്ള ഒരു പൊസിഷനാണത്. അതിലിരുന്നു കൊണ്ട് അതിന് അതിലൊക്കെ വിഭിന്നമായിട്ടൊരു കാര്യം സ്വീകരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് എനിക്ക് മുൻകൂട്ടി അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. മുൻകൂട്ടി അറിയില്ലല്ലോ, പെട്ടെന്നല്ല ഉണ്ടായത്. അപ്പൊ താങ്കൾ ഈ കാര്യം വ്യാപാരി സംഘടനയിൽ ആരുമായിട്ട് ആലോചിച്ചിരുന്നില്ലേ? ഇല്ല, മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം ഞാൻ തന്നെ അറിയിച്ചിട്ടില്ല, പിന്നല്ലേ മറ്റുള്ളവരോട് അറിയിക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് താങ്കളുടെ സമ്മതം ഇല്ലാതെ അവർ മെമ്പർഷിപ്പ് തന്നു എന്നുള്ളത് വലിയൊരു തെറ്റല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കാം. താങ്കളുടെ ചർച്ചയ്ക്ക് മാത്രമാണ് വിളിച്ചത്. ചർച്ചയ്ക്ക് മീൻസ് നമ്മുടെ ഒരു കാൻഡിഡേറ്റ് യു ഡി എഫിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, കാൻഡിഡേറ്റ് മത്സരരംഗത്തേക്ക് വരുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരെ ഒരു പ്രഖ്യാപനം എന്ന രീതിയിലാണ്. ഷാൾ അണിയിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. യു ഡി എഫ് എന്നുള്ള കൺസെപ്റ്റിലെ നമ്മൾ ഒതുക്കുന്നത്. പക്ഷെ ഒരു യു ഡി എഫ് നേതാക്കളായിട്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു കോൺഗ്രസ് നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെക്കുന്ന ഒരാളാണ്. ഇതുവരെ കുറെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നതല്ലാതെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. ഞാൻ എന്റെ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയും അതുപോലെ തന്നെ വ്യാപാര വ്യവസായ മേഖലയുമാണ്. നിങ്ങൾ പല രംഗത്ത് തന്നെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതില് ചതിക്കുഴിയൊന്നും പറയാൻ പറ്റില്ല. അവരുദ്ദേശിച്ചത് ഒരു മെമ്പർ ഉള്ളതായിരിക്കും. അവർ ഇത് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഗൗരവങ്ങൾ അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ പങ്കെടുത്തത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പങ്കെടുത്തത് കോൺഗ്രസിന്റെ. ആ സാഹചര്യത്തില് അവരെ ഒരിക്കലും അങ്ങനെ കാര്യഗൗരവമായി ആലോചിക്കാതെ താങ്കളെ അത്തരത്തിലൊരു നടപടി ഉണ്ടാവില്ല. നിയോജകമണ്ഡലം പ്രസിഡന്റിനെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്തുണ അവരുടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ CPM-ന്റെ പല നേതാക്കൾ നമ്മൾ ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നമ്മുടെ ലീഗിന്റെ നേതാക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതേക്കുറിച്ച് കോൺഗ്രസിന് നേതൃത്വം. പക്ഷേ ഈ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള ഒരു ചർച്ച ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് നിലവിൽ കോൺഗ്രസ്സുകാരനല്ല. നിലവിൽ ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് ഞാൻ എടുക്കുന്നു. അപ്പൊ രാവിലെ തന്ന മെമ്പർഷിപ്പ് താങ്കൾ തിരിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇനി മത്സരരംഗത്തുണ്ടാവുമോ? അത് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. എന്നെ പിന്തുണയ്ക്കുന്ന മറ്റ് പാർട്ടികളും അതുപോലെ ഈ പറയുന്ന UDF-ഉം നമ്മളെ സുഹൃത്തുക്കളും ബാക്കി കുറെ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ പിന്തുണയുന്നുണ്ട്. അവരോടെല്ലാം ആലോചിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ അറിയോ, നിങ്ങളത് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കോൺഗ്രസിലേക്ക് വന്നു, നിങ്ങളുടെ കൂടെ എത്ര ആളുകൾ വരും എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു പറയാൻ പറ്റാത്ത അത്ര ആളുകൾ വരും. UDF-ലേക്കോ അല്ലെങ്കിൽ UDF ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മുടെ കൂടെ ഒരുപാട് പേരുകൾ UDF-ന്റെ പിന്നെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യത ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അപ്പോഴൊന്നും ഈ പെട്ടെന്ന് നമുക്ക് മെമ്പർഷിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെ ശ്രദ്ധയിൽ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ താങ്കളുടെ കൂടെ ആളുകൾ ഇങ്ങോട്ട് വരും എന്ന് വരെ താങ്കൾ അത്ര കോൺഫിഡൻസോടെ പറയുമ്പോൾ താങ്കൾക്ക് അറിയില്ല അത് കോൺഗ്രസിലേക്ക് വരുന്ന കാര്യമാണെന്ന് അറിയാതെ. അല്ല, നമ്മൾ ഉദ്ദേശിച്ചത് കോൺഗ്രസ് എന്നുള്ള ഞാൻ പറഞ്ഞ UDF. നമ്മളപ്പോ അവിടെ എന്റെ കുറച്ച് ആളുകൾ ഞാൻ എവിടെ നിൽക്കുന്നു അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ആ ഒരു രീതിയിലാണ് പുറത്തു വരുന്ന ചില വാർത്തകൾ താങ്കൾക്ക് ശക്തമായ രീതിയിൽ ബാഹ്യ സമ്മർദ്ദം, അത് വ്യാപാര സംഘടനയിൽ നിന്നായാലും മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നായാലും ബാഹ്യ സമ്മർദ്ദം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. പറയുന്നവർക്ക് ഇപ്പൊ പറയാൻ കുഴപ്പമൊന്നുമില്ല. അത് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ശരിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ആണ് ഞാനൊരു വ്യാപാര സംഘടന പ്രസിഡന്റ് ആണെന്നുള്ളതും എല്ലാം അറിയുന്നത്. ഞാൻ അറിയുന്നല്ല, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു. എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വിളിച്ചു ഇതിലുള്ള ഇതൊക്കെ ആലോചിച്ചിട്ടുള്ളത്. കാരണം ഞാൻ അപ്പോൾ ആ സ്റ്റേജിൽ നിന്നിട്ട് ഒരാൾ വിളിച്ചൊരു കടലാസ് തരുമ്പോൾ നമ്മൾ വാങ്ങല്ലാതെ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളതിനെ കാണുന്നത്.
ഇങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടി ചേരുക പിന്നെ വിടുക എന്ന് വരുമ്പോൾ താങ്കളുടെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും? ഒരിക്കലും ബാധിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എല്ലാവരുടെയും ഒരു പൊതുസമ്മതനായിട്ടുള്ള ഒരാളാണ്. കാരണം ഇത്രയും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ലേബലും ഞാൻ അറിയപ്പെടാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വ്യവസായയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ നിയോജകമണ്ഡലം സെക്രട്ടറിയും മറ്റ് പൊതുപ്രവർത്തകങ്ങളായിട്ടുള്ള ലയൺസ് ക്ലബ്ബ് പോലെയുള്ള പിന്നെ എന്താണ് സൽപ്രവർത്തകകൾ ചെയ്യുന്ന ഒരുപാട് ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അസോസിയേറ്റ് പോകുന്ന ഒരു മെമ്പറാണ്. ലീഗ് നേതാക്കള് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? എങ്ങനെ? ലീഗ് നേതൃത്വം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഈ വിഷയത്തെ കുറിച്ചിട്ടോ? ഇല്ല, ഇന്നൊന്നും ബന്ധപ്പെട്ടില്ല. താങ്കൾക്ക് ഇടതു മുന്നണിയിൽ നിന്ന് സീറ്റിന്റെ ഓഫർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാനൊരു പിന്നെ മുന്നണി ഓഫറൊന്നും ആർക്കും എനിക്ക് തന്നില്ല. ഞാൻ സ്വതന്ത്രനായി സ്വതന്ത്ര ചിന്തത്തിൽ മത്സരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അതിനുശേഷമാണ് പലരും നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നത്. അതായത് UDF-ന്റെ പിന്തുണയോടെ ഇനി മത്സരിക്കാൻ സന്നദ്ധനാണ്? തീർച്ചയായും. UDF-ന്റെ പിന്തുണയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF മാത്രമല്ല ഇതിലുള്ളത്. മറ്റുള്ള എന്നെ സ്നേഹിക്കുന്ന മറ്റുള്ള ഘടകങ്ങളുണ്ട്. ഞാൻ പാർട്ടി ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്രനായിട്ടാണ് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അത് ഞാൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് UDF നേതൃത്വത്തോടും മറ്റുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള സംഘടന എല്ലാവരോടും ഞാൻ പറഞ്ഞു. ഈ വാർത്ത വന്നതിന് ശേഷം താങ്കളുടെ ഭാര്യ സഹോദരനായ CPM നേതാവ് PK ശശി താങ്കളെ ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല? വിളിച്ചിട്ടില്ല, സംസാരിച്ചില്ല. അല്ല, അദ്ദേഹത്തിന്റെ സമ്മർദ്ദമൊന്നുമല്ല? അദ്ദേഹത്തിന്റെ സമ്മർദ്ദമില്ല ഇതില്. അതായത് അബദ്ധമായി പോയി എന്ന് പറയാൻ പറ്റും? അബദ്ധമായി പോയി എന്ന് പറയാൻ പറ്റും? അല്ല, എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാനത് നിങ്ങൾ മുന്നേ അറിയിപ്പാതിരിക്കും. അല്ലെങ്കിൽ ഞാൻ വാർത്താ സമ്മേളനം വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ നിമിഷത്തിൽ അപ്പോൾ എനിക്കത് എതിർക്കാമായിരുന്നു. അതായത് ഈ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അറിയാമായിരുന്നു. പക്ഷെ അത് ആ എല്ലാവരുടെയും സമ്മർദ്ദം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അത് എതിർക്കാതെ സത്യമാണ്. പിന്നെ ഇറങ്ങിയ ഉടനെ എനിക്ക് മനസ്സിലായി ഇതിലുള്ള ഒരു പ്രയാസം. മെമ്പർഷിപ്പ് എടുത്താണ് താങ്കൾ വലിയൊരു തെറ്റായിട്ട് കാണുന്നത്? അതെ, ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഞാൻ എടുക്കാൻ ഇപ്പോൾ ആഗ്രഹിച്ചതല്ല. പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു സ്ഥാനത്തിരിക്കും